ഹായ് മക്കളെ, ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നതേ ഇന്ന് ഉമാമഹേശ്വരത്ത് വെച്ച് നമ്മുടെ പാറ തെക്കുള്ള തോപ്പിപ്പടിറ്റയിൽ ഭദ്രാദേവിയുടെയും ദുർഗാദേവിയുടെയും അമ്പലം ഉണ്ടല്ലോ, അവിടുത്തെ എഴുന്നള്ളത്ത് നമ്മുടെ ഉമാമഹേശ്വരത്ത് വന്നായിരുന്നേ. അപ്പോൾ അത് ഞാൻ കാണാനിടയാണ്. അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് കണ്ടാൽ എന്തൊക്കെയോ പിന്നെ ഹനുമാന് പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാനൊന്നും എനിക്കറിഞ്ഞൂടാ കുഞ്ഞുങ്ങളെ. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, താലപ്പൊലിയും പിന്നെ അമ്മമാർ രണ്ടമ്മമാരുടെയും പതാക എഴുന്നള്ളത്തും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നേ കാണാനേ. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ എല്ലാം അറിയുന്ന ആൾക്കാരും ഞാൻ പക്ഷേ അവിടെ ആദ്യമായിട്ട് കേൾക്കുവാണ് അവിടെ അങ്ങനെ ഒരു അമ്പലം ഉള്ളത്. ആ അമ്പലത്തിൻ്റെ പിന്നെ അമ്മമാരുടെ കളി നിങ്ങൾ കണ്ടോ? പറ കളിക്കുന്ന നമ്മുടെ മഹാദേവൻ്റെ മുമ്പിലാണ്. നിങ്ങൾക്കും കൂടെ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഞാനത് ഉണ്ടാക്കി തന്നില്ലേ, നിങ്ങൾ കാണൂ. കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ അല്ലാതെ ഞാൻ എന്തോ നിങ്ങളോട് പറയുന്നേ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ആ അമ്പലത്തിൽ പോയി, നിങ്ങൾ ആ അമ്പലത്തിൽ പോയിട്ടുള്ളവരെനിക്ക് കമൻ്റ് ഇടണേ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കറിയാം അമ്പലം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യണം. ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലായിരുന്നു, ആദ്യമായിട്ട് കേൾക്കുവാണേ. അപ്പം ഞാനല്ല ഈ വീഡിയോ എടുത്ത, വേറെ രണ്ട് പൊടിക്കൊച്ചുങ്ങൾ, അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഈ വീഡിയോയിൽ കാണും. നിങ്ങളത് ക്ഷമിക്കുക, അല്ലാതെ ഞാൻ എന്തോ പറയാനാ. പിന്നെ നമ്മുടെ ഭഗവാന്റെ മുമ്പിലെ ആ അമ്മമാരുടെ കളി അത് ചൊവ്വിനൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കൊച്ചുങ്ങളാണ് അതെടുത്തത്. അതുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല. എങ്കിലും അവരെ കൊണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടാവുന്ന പോലെ അവർ ചെയ്തു. അത് നല്ല നമ്മളെ ചെണ്ടമേളക്കാരും എല്ലാം നല്ലതായിട്ട് നിങ്ങളത് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. കണ്ടാൽ മാത്രം പോരാ കേട്ടോ. പനി ആയതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും കഴിച്ചോ? നിങ്ങളുടെ അവിടെയൊക്കെ ഉത്സവം തുടങ്ങിയോ? ഇവിടെയൊക്കെ ഉത്സവം തുടങ്ങി. അടുത്തത് ഇനി നമ്മുടെ പടനിലത്തെ മഹാശിവരാത്രിയാണ്. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നത്തെ കഞ്ഞി നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെ പറയാനാ, ഞാൻ എന്തൊക്കെയോ പറയുന്നു. നിങ്ങളിതൊക്കെ കേട്ടിട്ട് ഇരുന്ന് ചിരിക്കുമായിരിക്കും. അതെനിക്ക് ഇവിടെ കാണാം നിങ്ങൾ ചിരിക്കുന്നെന്നുള്ളത്. നിങ്ങൾ ചിരിക്കും, അതെനിക്ക് അറിയാം. നിങ്ങൾ ചിരിച്ചോ, എന്നാലും വേണ്ടിയില്ല. ഞാൻ എന്തോ പറയാനാണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും ഇങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അവിടെ ഏതമ്പലത്തിലാണ് ഇപ്പോൾ ഉത്സവം? ഞങ്ങളുടെ അവിടെ ഇനിയും 15-ാം തീയതി നമ്മുടെ ശിവരാത്രിയാണ്. പിന്നെ അങ്ങനെ ഓരോ ഉത്സവം, നമ്മുടെ ചെട്ടുകുളങ്ങര തേരോ കൊണ്ടുപോകുന്നതും അതെല്ലാം ഉണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ഉത്സവങ്ങളൊക്കെ തുടങ്ങി കാണുമല്ലോ. ഇത് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് അഭിപ്രായം പറയണേ. എന്തുവായാലും അഭിപ്രായം പറയാത്തവരെ അഭിപ്രായം പറയാത്തവരോട് ഞാൻ മിണ്ടും. ഒന്നുമില്ല, നിങ്ങൾ ഒരു ലൈക്കൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അതെന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ? അതൊരു വലിയ കഷ്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്നും ഇഷ്ടമല്ലയോ? അറിയാൻ വയ്യാത്തൊരു ചെയ്യുന്ന വീഡിയോയും കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യടോ. പിന്നെ എല്ലാം അങ്ങ് പ്രൊഫഷണലായിട്ടുള്ളവർക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്കൂടെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ആകാം. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ? ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചെങ്കിലല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് പറയുന്നു.